ഇന്നൊരു ചെറിയ വ്ളോഗാണ് കേട്ടോ. വൈകുന്നേരം ആവാൻ പോവുകയാണ്. ഉച്ച കഴിഞ്ഞ് ഞാൻ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ വന്ന് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അകത്തെല്ലാം തൂത്ത് ക്ലീൻ ചെയ്തതിന് ശേഷം വേണം ചികക്കുട്ടിയെ വിളിക്കാൻ പോകാനായിട്ട്. അപ്പോൾ ഹോളും എല്ലാം ഞാൻ ക്ലീൻ ചെയ്യുവാണ് കേട്ടോ. താഴെ സെറ്റിൻ്റെ അടിയിലൊക്കെ ചികക്കുട്ടി കളിക്കുന്ന പേപ്പറും അതുപോലെ എഴുതുന്നതും ഒക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ കാണും കേട്ടോ. രാവിലെ അതിന് സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ ഉച്ചയ്ക്ക് ശേഷമാണ് ക്ലീൻ ചെയ്യുന്നത്. കിച്ചണിലെ ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ക്ലീനിങ് കേട്ടോ. ഭക്ഷണവും കഴിച്ചതിന് ശേഷമാണ് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഉച്ചയ്ക്കുള്ള പാത്രം എല്ലാം കഴുകി വെച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷം വന്ന് തൂത്തൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ചികക്കുട്ടിയെ കുളിച്ച് റെഡിയായി പോയി വിളിക്കും കേട്ടോ. അപ്പോൾ കിച്ചണും കൂടി ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ വരുമ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ലല്ലോ. ഇത് ടിഷ്യൂ പേപ്പർ കൊണ്ട് ക്രാഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്ത് ഞാൻ നേരെ കുളിച്ച് റെഡിയായി വിളിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് ചേട്ടനുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ കാറിലാണ് പോകുന്നത്. അല്ലെങ്കിൽ ഞാൻ 2 വീലറിലാണ് പോവാറ് കേട്ടോ. ഗേറ്റ് തുറന്നു കൊടുക്കുമ്പോൾ ചേട്ടൻ വണ്ടി എടുത്ത് പുറത്തിട്ട് ഞാൻ ഗേറ്റും അടച്ച് നേരെ വണ്ടിയിൽ കയറി ഞങ്ങൾ പോയി വിളിക്കാറാണ് പതിവ്. 3:30 ആകുമ്പോൾ ചികക്കുട്ടി ബസ്സിലാണ് ചികക്കുട്ടി വരുന്നത്. ചികക്കുട്ടി സ്കൂൾ ബസ്സിൽ വന്ന് ഇറങ്ങുന്നത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ വേഗം പിന്നെ വിളിക്കാൻ ഓടി പോകുമായിരുന്നേ തിരക്കിട്ട്. അങ്ങനെ തിരിച്ചു വരുന്ന വഴിക്കാണ് പ്രതിഭ ചേച്ചിയെ കണ്ടത്. ചികക്കുട്ടിയെ വിളിച്ച് ഞങ്ങൾ നേരെ വന്നത് ഷോപ്പിംഗ് മാളിലേക്കാണ് കേട്ടോ. ശാന്തിഗിരിയുടെ അവിടെയുള്ള ഷോപ്പിംഗ് മാളിലാണ് വരുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം ചികക്കുട്ടിക്ക് സ്നാക്സിന് എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ബ്രെഡ് വെച്ചിട്ടൊരു സ്നാക്സ് ഉണ്ടാക്കാമെന്ന്. അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, പക്ഷേ ഞാനത് തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. ഏകദേശം ബട്ടർ ബണ്ണിനോട് സാമ്യമുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. നമുക്കത് തയ്യാറാക്കി നോക്കാം, ടേസ്റ്റ് ഉണ്ടോ ഇല്ലയെന്ന് അറിയാമല്ലോ. ചികക്കുട്ടി പിന്നെ ഞാൻ എന്ത് തയ്യാറാക്കിയാലും ഓക്കെ ആണെന്ന് പറയും കേട്ടോ. മധുരം ആളിന് ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ മധുരമുള്ള എന്ത് കൊടുത്താലും ഓക്കെയാണ്. ചോറ് മാത്രം കൊടുക്കരുത്, ബാക്കി എന്ത് കൊടുത്താലും കഴിച്ചോളും കേട്ടോ. അപ്പോൾ മീനും ആളിന് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ അതിനാവശ്യമായിട്ടുള്ള മിൽക്ക് പൗഡറൊക്കെ എടുത്തിട്ടുണ്ട്. മിൽക്ക് പൗഡറും അതുപോലെ തന്നെ ബ്രെഡും എടുത്തു. അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും ചികക്കുട്ടിക്ക് ബില്ലടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് മാക്സ് നോട്ട് തീരാറായി, എനിക്ക് മാക്സ് നോട്ട് വേണമെന്നൊക്കെ പറഞ്ഞ് പിന്നെ രണ്ടാമത് പോയി മാക്സ് നോട്ടൊക്കെ എടുത്ത് ഞങ്ങൾ ബില്ല് ചെയ്ത് ഇറങ്ങുവാണ് കേട്ടോ. പിന്നെ പാല് വേണമായിരുന്നു. അങ്ങനെ പാലും കൂടി മേടിച്ച് നേരെ പാല് മേടിക്കാൻ വന്നപ്പോൾ ചികക്കുട്ടിക്ക് ഐസ്ക്രീം വേണം. പിന്നെ ചൂടല്ലേ, അപ്പോൾ അതുകൊണ്ട് ഒരെണ്ണം മേടിച്ച് കൊടുത്തു. ഐസ്ക്രീമും തണുപ്പുള്ളത് കഴിച്ച് കഴിയുമ്പോഴേക്കും ചികക്കുട്ടിക്ക് ഒരു ചുമയൊക്കെ വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഐസ്ക്രീം കഴിച്ചിട്ട് ചൂടുവെള്ളം കൊടുക്കാറുണ്ട്. അപ്പോൾ അത് കുടിക്കുന്ന ഇഷ്ടമൊന്നും അല്ല, എന്നാലും ഇടയ്ക്കൊക്കെ കൊടുത്താൽ കുടിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ചുമയൊക്കെ വന്ന് ബുദ്ധിമുട്ടുണ്ടാകുന്ന വിചാരിച്ച് ഞാനത് അങ്ങനെ ചൂടുവെള്ളം കൊടുക്കാറുണ്ട് തണുത്തത് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പയ്യെ വന്ന വണ്ടിയിലൊക്കെ കയറി വരുന്ന വഴിക്ക് തന്നെ കാറിനകത്തിരുന്ന് ഐസ്ക്രീം കഴിച്ചു കേട്ടോ. ഐസ്ക്രീം വണ്ടിക്കകത്തിരുന്ന് കഴിച്ച് ഡ്രസ്സിലൊന്നും ആക്കരുതേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആവാണ്ട് തന്നെ കഴിച്ചു കേട്ടോ. ആളിന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലെത്തി. അപ്പോൾ അതുപോലെ തന്നെ ഗേറ്റ് തുറന്ന് നേരെ അകത്തേക്ക് വന്ന് ഡോർ തുറന്ന് ഞാൻ എന്ത് ചെയ്തു, അടുത്ത സ്നാക്സിൻ്റെ പരിപാടിയിലേക്ക് കിടക്കുവാണേ. അപ്പോൾ സ്നാക്സിന് പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്ന് ഞാൻ നേരെ ചികക്കുട്ടിക്കുള്ള പാല് റെഡിയാക്കുവാണ് കേട്ടോ. ചില ദിവസങ്ങളിൽ വന്നാൽ പാലാണ് കുടിക്കാൻ ഇഷ്ടം, ചില ദിവസം പറയും എനിക്ക് ചായ മതി എന്ന് പറയും. അപ്പം ഞാൻ കടുപ്പം കുറച്ച് ചായ ഇട്ട് കൊടുക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് പൊടിച്ച പഞ്ചസാരയും അതുപോലെ ബട്ടറും കൂടി മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. കുറച്ച് മിൽക്ക് പൗഡറും കൂടി ചേർത്ത് കുറച്ച് പാൽ കൂടി ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുവാണ് കേട്ടോ. നമ്മുടെ സ്നാക്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ട് അത് ബ്ലെൻഡായി വന്നപ്പോൾ ഞാൻ ആദ്യം ചേർത്തപ്പോൾ കുറച്ച് വെള്ളം പോലെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ചുകൂടി മിൽക്ക് പൗഡർ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കേട്ടോ. അപ്പോഴേക്കും ഇതാ ഈ ഒരു ഇതിൽ കിട്ടിയിട്ടുണ്ട്. ഇത്രയും നല്ല സ്റ്റിക്കി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഇതിലാണ് വേണ്ടത്, ഈ ഒരു പാകത്തിനാണ് നമുക്ക് സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. അത് കഴിഞ്ഞതാ ചികക്കുട്ടി വന്ന് എന്തൊക്കെയോ എടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. ഞാൻ പറഞ്ഞു പോയി ഡ്രസ്സ് മാറി കുളിക്കൂ എന്ന് പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല. എന്തൊക്കെയോ പരിപാടികളൊക്കെ അതിൻ്റെ ഉള്ളിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അതെന്നും പതിവുള്ളതാണ്. ഞാൻ ഇച്ചിരി നേരം കിച്ചണിൽ നിന്നൊന്ന് മാറുമ്പോൾ ആൾ വന്ന് എന്തേലുമൊക്കെ കാണിക്കും അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ മിൽക്ക് പൗഡർ ഇങ്ങനെ വെറുതെ കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ. എന്നോട് പറഞ്ഞ് ഈ വീഡിയോ എടുക്കരുത്, ഈ വീഡിയോ ഇടല്ലേ അമ്മ, എൻ്റെ ഫ്രണ്ട്സൊക്കെ കാണില്ലേ, ഇത് അങ്ങനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ അതിൻ്റെ അകത്തുനിന്ന് പാൽപ്പൊടിയൊക്കെ കുറച്ചെടുത്തോണ്ട് പോയി കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ആൾ കളിക്കാനും ഇടയ്ക്ക് എടുത്തോണ്ട് പോകാറുണ്ട് മാവൊക്കെ. അത് കഴിഞ്ഞ് ഞാൻ നേരെ വന്ന് പാലിനകത്തേക്ക് പഞ്ചസാരയൊക്കെ ചേർത്ത് അതുപോലെ തന്നെ കൊക്കോ പൗഡർ ഇട്ട് പാലാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരു ചെറിയ സ്പൂണിൽ കൊക്കോ പൗഡറും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാൻ പാൽ റെഡിയാക്കുന്ന സമയം കൊണ്ട് മിൽക്ക് പൗഡറൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നേരെ ടി വിയുടെ അടുത്തേക്കാണ് പോകുന്നത്. ഞാൻ കുളിക്കാൻ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ബ്രെഡ് നന്നായിട്ട് ബട്ടർ തേച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ് ചെറുതായിട്ട്. അതിനുശേഷം ഇതിൻ്റെ അകത്തേക്കാണ് ഫില്ലിങ്ങിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ഒരു മിൽക്ക് പൗഡറൊക്കെ മിക്സ് ചെയ്ത ആ സാധനം ഇതിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കുന്നത് കേട്ടോ. ഉള്ളിൽ വെച്ച് ഫില്ല് ചെയ്ത് നമ്മളെടുക്കും. ഏകദേശം ഒരു ബട്ടർ ബണ്ണിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റാണ്. പക്ഷേ ബട്ടർ ബണ്ണിനേക്കാളും കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. കാരണം അതിൻ്റെ ഉള്ളിലിരിക്കുന്നതും ഇതുമായിട്ട് ഇച്ചിരി ഒരു വ്യത്യാസമുണ്ട്. അതിനകത്ത് ബട്ടറും ഷുഗറും മാത്രമല്ലേ ഉള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ വരുമ്പോഴേക്കും അത് മിൽക്ക് പൗഡറും കൂടി വരുന്നതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ റെഡിയാക്കി വന്നപ്പോഴേക്കും ചിക കുളിക്കാൻ പോയി കേട്ടോ. ഈ സമയത്താണ് കുളിക്കാൻ പോയത്. അപ്പോഴേക്കും
ഓക്കെ വേഗം വന്നേ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കഴിച്ചു നോക്കി. ശിവകുട്ടി ഇടയ്ക്ക് വന്ന് കഴിച്ചിട്ട് വേഗം ട്യൂഷന് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ.